എന്താണാവോ പുതിയ കണ്ടുപിടുത്തം? എന്താണെന്ന് ഞാൻ പറഞ്ഞാലേ ആൽഫി ചേട്ടൻ വാലും പൊക്കിക്കൊണ്ട് ഓടും. അമിത വിശ്വാസവും അന്ധവിശ്വാസവും ആപത്താണ്. ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളുള്ള ജനങ്ങളെ ഒരു കൂട്ടർ പണസമ്പാദനത്തിലുള്ള മാർഗമാക്കുകയാണ്. അവരെ തേടിയുള്ള യാത്രയിലാണ് മാതൃഭൂമി ന്യൂസ്. എന്റെ ഭഗവാനെ, എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? കൊല്ലം അഞ്ചൽ ടൗണിന് സമീപത്ത് നിന്ന് തുടങ്ങാം. രോഗശാന്തി, വൈവാഹിക ജീവിതത്തിലെ പ്രശ്നങ്ങൾ, എന്തിന് വിൽപ്പന നടക്കാത്ത സ്ഥലം വിൽക്കാനുള്ള പ്രതിവിധി വരെ ചെയ്യുന്ന ഒരു ജ്യോത്സ്യൻ. അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. വീടിനോട് ചേർന്ന് ഹിന്ദു ദൈവങ്ങളുടെ വിഗ്രഹങ്ങൾ ഉൾക്കൊള്ളിച്ച ആരാധനാ കേന്ദ്രം. അതിനുള്ളിലാണ് ജ്യോത്സ്യന്റെ ഇരിപ്പിടം. ഹൈന്ദവ വിശ്വാസമാണ് പിന്തുടരുന്നതെങ്കിലും ഏത് മതസ്ഥർക്കുമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. എല്ലാം മനക്കണ്ണിൽ കാണുന്നയാളാണെന്നാണ് അറിഞ്ഞത്. പക്ഷേ ജ്യോത്സ്യന്റെ വീടിന് ചുറ്റോട് ചുറ്റും ക്യാമറ കണ്ണുകൾ. പുറത്തുനിന്ന് എത്തുന്നവരെ എല്ലാം ജ്യോത്സ്യൻ അതിലൂടെ നിരീക്ഷിക്കുന്നുണ്ട്. ത്രികാലജ്ഞാനി തന്നെ. നിങ്ങളെക്കാളും വലിയ ബാഡ് ബോയ് ആണ് ഞാൻ. പിന്നെ ഞങ്ങളുടെ ഊഴമെത്തി. ഹാർഡ്വെയർ കടയുടെ ഉടമകളാണെന്നും കട കടുത്ത നഷ്ടത്തിലാണെന്നും സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നും ജ്യോത്സ്യനോട് പറഞ്ഞു. ഏതെങ്കിലും എന്റെ ലക്ഷ്യത്തിലെത്താൻ ഒരു വഴി തെളിയുന്നുണ്ട്, പക്ഷേ ഊരും പേരും നാളും തീയതിയും എല്ലാം ചോദിച്ചു. എന്തൊക്കെയോ പേരുകളും വിവരങ്ങളും ഞങ്ങളും പറഞ്ഞു. ശംഖുകൾ നിലത്തേക്കെറിഞ്ഞു. പിന്നെ ധ്യാനത്തിൽ. ഇപ്പൊ മണ്ടത്തരം പറയാൻ പോവാണ് എല്ലാരും, അല്ലല്ലോ മന്ത്രം ചൊല്ലാൻ പോവാണ് എല്ലാരും. കണ്ണുകൾ അടച്ച് കൈകൂപ്പി എല്ലാം വ്യക്തമെന്നതുപോലെ കണ്ണു തുറന്നു. രംഗച്ചേട്ടൻ കാണിക്കുമെന്ന് പറഞ്ഞാൽ കാണിക്കും. അമ്പാൻ തുറസി പാടിയുടെ പേരില് കൊച്ചിന്റെ പേരില് 3 പേരുടെ പേര് നാലില് സത്യസംഹാരാച്ചന ചെയ്യുമ്പോ പൂവെളുത്തുമാല ഭഗവാൻ പൂവെളുത്തുമാല. ഒരു ദേഷ്യമില്ല, വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ. 3 കോടി രൂപയുടെ കടമുണ്ടെന്ന് അറിയിച്ചു. വീണ്ടും ശംഖുകൾ നിലത്തേക്ക്. അപ്പം പണക്കാരനായിട്ട് വരും, അറിയപ്പെടുന്നവർ പണക്കാരനായിട്ട് വരും. ഇപ്പം തന്നെ അറിയപ്പെടുന്ന ഒരാളായിട്ട് വരും. അതുപോലെ എല്ലാത്തിനും നമുക്ക് മുൻഗണന കിട്ടും. ശരിക്കുള്ള ഞാൻ എവിടെയോ ആ കോടീശ്വരന്റെ വീട്ടിൽ നല്ല തുടുത്തല സുന്ദരക്കുട്ടപ്പനായിട്ട് കഴിയാണ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ ഈ ഇരിക്കുന്ന നീ, ഈ ഇരിക്കുന്ന ഞാനില്ലേ, അത് ഞാനല്ല. ഒപ്പം ഒരു പേപ്പറിൽ അല്പം ഭസ്മം എടുത്തു. അതിൽ എന്തൊക്കെയോ കുറിച്ചു. വെറുതെ എല്ലാ നാട്ടിലെ കള്ളന്മാര് പെരുകുന്നത് നല്ല പ്രോത്സാഹനമല്ലേ? ഇത് കൊണ്ടുപോവുക. അടുത്ത തവണ വരുമ്പോൾ നാരങ്ങയിൽ ഒരു പ്രയോഗമുണ്ട്. ശാസ്ത്രത്തിന്റെ ഒരു വളർച്ച. സാധാരണ എത്രയും കണികളുണ്ട്, ഇത്രയും കണികളില് ജീവനുള്ളതായി മനുഷ്യന്റെ ജീവൻ, അതുപോലെ ഇതിന്റെ ജീവനുണ്ട്. പണ്ഡിതനാണെന്ന് തോന്നുന്നു. അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ? പ്രശ്നങ്ങൾക്ക് പ്രതിവിധി പൂജയാണ്. അതും ജ്യോത്സ്യൻ തന്നെ ചെയ്യും. പുറത്താരെങ്കിലും ആണെങ്കിൽ 3 ലക്ഷം രൂപ വരെ ചിലവാകും. തനിക്ക് 50,000 രൂപ തന്നാൽ നല്ല വെടിപ്പായി ചെയ്യാമെന്ന വാഗ്ദാനവും. സ്ഥാപനത്തിന്റെ പേരിലും ഇതുവരെ ജനിക്കാത്ത ഒരു വ്യക്തിയുടെ പേരിലുമാണ് ഈ ജ്യോത്സ്യൻ ചെയ്ത പ്രതിവിധികളെല്ലാം. എന്നൊരു വരി ഊതരുത്. അതായത് ഇത് ശുദ്ധ തട്ടിപ്പാണ് എന്ന് വ്യക്തമാവുകയാണ്. തട്ടിപ്പാണല്ലേ? എന്തൊരു കഷ്ടായി പോയി. വേണ്ടായിരുന്നു.